ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ബിഗ് ബോസിനെ കുറിച്ചാണ്. ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. അതായത് മോഹൻലാല് ലാലേട്ടൻ വന്ന എപ്പിസോഡ്. ആ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വെറും ശോകമുഖമായ ഒരു എപ്പിസോഡായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ നടന്ന ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു. നമ്മൾ വിചാരിച്ചു എല്ലാ കാര്യങ്ങളും ചോദിക്കും പറയുന്നു. കാരണം പഴം വിഴുങ്ങിയ കണക്ക് ഒന്നും പറയാതെ പോയി. കാരണം എനിക്ക് തോന്നുന്നു സിബിൻ പോയതിന്റെ ഇതാണെന്ന് തോന്നുന്നു. ലാലേട്ടൻ എന്തോ പ്രയാസമുള്ളതുപോലെ തോന്നി. കാരണം ഇനി ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ചിലപ്പം ഇതാവുമെന്ന്. പക്ഷെ അവിടെ ഒരുപാട് തെറ്റുകൾ ചെയ്ത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിഹത്യയും ഒരുപാട് ഇതൊക്കെ ചെയ്ത് അടിക്കുക വരെ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഒരു വാക്ക് ഉരിയാടാതെ പോയി. ഇന്നിനി പറയുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്ന് തന്നെയായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡിലെങ്കിലും അത് പറയുമായിരിക്കും. പറഞ്ഞില്ല. കാരണം ഇന്നലത്തെ എപ്പിസോഡ് വെറും ഇതായിരുന്നു. കാരണം നാളെ 50-ാം എപ്പിസോഡ് ആയതുകൊണ്ട്, ഇന്നത്തെ എപ്പിസോഡ് 50-ാം എപ്പിസോഡ് ആയതുകൊണ്ട് ചിലപ്പം പറയാതിരിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നാറി സിജോയെ ശരിക്കും പറഞ്ഞ കടത്തി വെട്ടിയിരിക്കുകയാണ് ജിൻഡോയുടെ ചോദ്യത്തിന് മുന്നിൽ അതായത് സിജോ സീറോ ആയി പോയതായി തോന്നുന്നു. കാരണം സിജോ ഇപ്പൊ അവിടെ വന്നപ്പം പറഞ്ഞു, ഞാൻ കാട്ടുതീയായാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മോഹൻലാലിനോട് ജിൻഡോ പറയുകയാണ്, എനിക്ക് കാട്ടുതീയായിട്ട് തോന്നിയിട്ടില്ല, എനിക്ക് തോന്നിയിരിക്കുന്ന ഞാൻ ഉരച്ചു കളയണ തീപ്പെട്ടിക്കൊള്ളിയിര അതേപോലത്തെ ഒരു ഇത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ശരിയാണ്. എന്താ കാട്ടുതീയ എന്ന് പറഞ്ഞാൽ അത് കാരണം ആ ഒരു അന്നത്തെ ഈ പ്രശ്നം, മിനിഞ്ഞാത്ത ജയിൽ പ്രശ്നം നടന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പുള്ളിയുടെ സ്റ്റാൻഡ് വേറെയാണ്. എങ്ങനെയും ജിൻഡോയെ പുറത്താക്കുക. പുള്ളിക്ക് മനസ്സിലായി ജിൻഡോ മുന്നിലാണ് എന്ന് കണ്ടിട്ട് വരെയല്ലേ. എന്ത് തന്നെയായാലും അറിയാതിരിക്കുന്നില്ല, അറിഞ്ഞിട്ടുണ്ടാവും പുള്ളിക്കാരനാണ് മുന്നിലേക്കുന്നത്. അപ്പോ പുള്ളിക്കാരനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുക, ഒരാളെന്ന് മാത്രമല്ല. പിന്നെ പറയുകയാണെങ്കിൽ ആ ശ്രീരേഖ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന അവിടെ ഉള്ളതിൽ ഏറ്റവും വിഷസർപ്പം എന്ന് ഞാൻ പറയും. വെറും വൃത്തികെട്ട ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നുണയും, കാരണം എന്തെല്ലാം മാനിപ്പുലേഷൻ ചെയ്യാനോ അതെല്ലാം ചെയ്യുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വ്യക്തിയല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ ഞാനത് ജിൻഡോയുടെ പ്രയാസം, അവര് പവർ ടീമിലുള്ളവരാണ്, അവരോട് പറയുക ഇങ്ങനെയൊരു കാര്യങ്ങൾ. അപ്പൊ അതിനെ വളച്ചൊടിച്ചു മറ്റൊരിടത്ത് പറഞ്ഞു കൊടുക്കുക. ഈ വൃത്തികെട്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സ്ത്രീയെ വിഷം എന്ന് പറയുന്ന വിഷം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ജയിച്ചു വന്നാലുള്ള സ്ഥിതി ആലോചിച്ചു ആരെയും എന്തും ചെയ്യും. കാരണം ഒരാളിന്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്ന് അനുഭവിച്ച പ്രയാസങ്ങൾ അതെല്ലാം ഈ ജനങ്ങളെല്ലാം കാണുകയും എടുക്കുകയും ചെയ്തു. എന്നിട്ട് മുടിയനോടും ശരണ്യോടും പറയുന്ന ഇതുണ്ട്. അത് അദ്ദേഹം എന്തിന് അവളെ കയറി അവിടെ ഒരു പെണ്ണ് കിടന്നെടുത്ത് കയറി കിടക്കുന്നു എന്നൊക്കെയാണ്. ജയിലിലാക്കിയിരിക്കുന്ന പെണ്ണുമാണായിട്ടാണ് ഇത് ബിഗ് ബോസ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞ ഒരു വിവരം എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കും. കാരണം ഒരാളൊരു പ്രയാസം പറയുമ്പോൾ പവർ ടീം, കാരണം ജിൻഡോ അങ്ങനെ ആരോടും പരാതി പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഇപ്പൊ ജിൻഡോയ്ക്കൊക്കെ കഴിഞ്ഞ ആഴ്ച ഒരു പവർ ടീമിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഇതാ പറഞ്ഞത്. കാരണം ഈ ജിൻഡോ ഈ ശ്രീരേഖ എന്ന് പറയുന്ന അവക്ക് കണ്ടുകൂടാ. ശരിക്കും പറഞ്ഞ വിഷത്തിന് കണ്ടുകൂടാ. ഞാൻ ഇനി വിഷമെന്നേ വിളിക്കുള്ളൂ. വിഷത്തിന് കണ്ടുകൂടാ. അന്ന് മുതലേ പറഞ്ഞ് മോശം ക്യാപ്റ്റൻ ആയിരുന്നു. ഒരു ഇതില്ലാത്ത വൃത്തികെട്ട സ്ത്രീ എന്ന് തന്നെ പറയാം. പിന്നെ അത് കഴിഞ്ഞു നമ്മളെ ഗബ്രി ആണ് മുടി വലിച്ചു പിടിച്ചത്, ശരണ്യയുടെ മുടി വലിച്ചു പിടിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇതെടുത്ത് കാണിക്കുന്ന കണ്ടു. പക്ഷെ ആ ശരണ്യ
അയാളുടെ മുടി വലിച്ചു പിടിച്ചത് ശരിക്കും എന്താ അടുത്ത് കാണിക്കാത്തത്? അതെന്താ കാണിക്കാത്തത്? ഇപ്പോഴും ആ പാവം പറയുന്നു ഞാനല്ല പിടിച്ചത്, എനിക്ക് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ബാക്കി എല്ലാവരും കൂടി പുള്ളിക്കാരനെ ഇതാക്കുക. എന്താ കാണിക്കാതിരുന്നത്? ആരാണ് വലിച്ചു പിടിച്ചതെന്ന്? അപ്പൊ ഗബ്രി വലിച്ചു പിടിച്ചതായിരിക്കും. അപ്പൊ ഗബ്രിയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ബിഗ് ബോസ് ചെയ്തത്, അത് കാണിക്കാതിരുന്നത്? അത് വലിച്ചു പിടിക്കുന്നത് ഈ ജനം ശരിക്കും ആ വീഡിയോ കണ്ടതാണ്, ശരിക്കും കണ്ടതാണ്. അപ്പോ അതും അദ്ദേഹത്തിന്റെ പെടലി ഒരാളിനെ നമ്മളെ ടാർഗറ്റ് ചെയ്തു തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. ശരിക്കും പറഞ്ഞ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരോടും കളിക്കുന്നു. പക്ഷെ ഇവരൊക്കെ എല്ലാവരും ഒരാളിനോടാണ് കളിക്കുന്നത്. അവിടെയാണ് കളിയുടെ ഇത് എന്ന് പറയുന്നത്. കാരണം ഒരാളിനെ ടാർഗറ്റ് ചെയ്യുക, എല്ലാവരും ടാർഗറ്റ് ചെയ്ത് കളിക്കുക, എങ്കിലല്ലേ ആ ഒരു രസം ഉണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മോഹൻലാൽ ചെയ്തത് ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ജിൻഡോയുടെ മുടി വലിച്ചു പിടിക്കുന്നു, അതൊന്നും ഇത് കാരണം കൂടുതൽ ഇതായിട്ട് കൊണ്ടുവരാത്തെന്ന് വെച്ചാൽ ഇപ്പൊ കേസും വഴക്കൊക്കെ കിടക്കണേ, എപ്പോഴും ആ സമയം പോവാം. ഇനി അടുത്തൊരു ഇതാവുമ്പോൾ പ്രശ്നമാവില്ലേ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാനാണ് സാധ്യത കൂടുന്നത്. പിന്നെ ഇപ്പോ അതില് ഈ ആഴ്ച വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തുപോയ രതീഷ് വന്നിട്ടുണ്ട്. ഇനി രതീഷിനെ ഗസ്റ്റായിട്ടാണോ കൊണ്ടുവന്നത് എന്താണെന്നൊന്നും അറിയില്ല. അതിന് വഴിയെ തന്നെ അറിയാം എന്താണ്. അതൊന്നും ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ല. പുള്ളി 2-3 ദിവസമേ കാണുള്ളൂ എന്നും പറഞ്ഞു, ഇനി ഒരാഴ്ച കാണുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്താണെന്നൊന്നും അറിയത്തില്ല, എന്തിനൊക്കെ എന്തോ അറിയില്ല. ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇനിയിപ്പോ ആരാണ് ഈ ആഴ്ച പുറത്തു പോകില്ലെന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ആരെയും പുറത്തു വിടാൻ സാധ്യത കുറവാണ്. കാരണം 2 പേര് ഓൾറെഡി പുറത്ത് പോയിരിക്കുന്നതുകൊണ്ട് പോകാൻ സാധ്യത കുറവാണ്. എന്ത് തന്നെ ഇരുന്നാലും ഒരു അഴുക്ക ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ശോകമായിട്ടുള്ള, ഒരു രസവുമില്ലാത്ത, ആരെയും ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം വേറൊന്നും പറയാനില്ല. ഈ വിഷങ്ങളെയും ഈ ഇങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ എത്രയും പെട്ടെന്ന് എടുത്ത് കളയണം എന്ന് തന്നെ പറയാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.